ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ പായസമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാങ്ങ പായസമാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നല്ല പഴുത്തൊരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ സൈസാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണ്ടി നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കത് ജാറിലിട്ടിട്ട് ഫൈൻ പേസ്റ്റ് പോലെ അരയ്ക്കണം, വെള്ളമില്ലാതെ അരയ്ക്കണം. ഇനി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മളിവിടെ ഫൈൻ പേസ്റ്റ് പോലെ അരച്ച് വെച്ച മാങ്ങല്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഗീയൊക്കെ ഒന്ന് മെൽറ്റായതിനു ശേഷം മീഡിയത്തിലിടുക കേട്ടോ. എന്നിട്ട് ഇത് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതൊന്ന് ചൂടായിട്ട് ഇതിങ്ങനെ ഒരു ബബിള് പോലെ നമ്മളെ ചെറുതായിട്ട് തള വരുന്ന പോലെ അങ്ങനെ ഒരു ബബിള് പോലെ വരും. അതുപോലെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. അവരുടെ മാങ്ങയിൽ നല്ല മധുരം ഉണ്ടാവും. പിന്നെ മധുരം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മാങ്ങ നല്ല മധുരം ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ മധുരമൊക്കെ ഒന്ന് പഞ്ചസാരൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. മീഡിയത്തിൽ തന്നെ ഫ്ലെയിം ഇടുക, ഹൈലിട്ട് വെക്കരുത്. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം നിൽക്കണം കേട്ടോ. നമ്മുടെ പഞ്ചസാരൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് 1 ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട്. ആ പാല് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പായസം കുറുക്കിയിരിക്കുന്ന ടൈപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കുറുക്കിന് എടുക്കണം. അതെല്ലാം കുറുക്കിയാൽ നമ്മൾ മാംഗോ കസ്റ്റാർഡ് പുഡിങ്ങൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റ് വരും കേട്ടോ. കുറച്ച് ലൂസ് പോലെ കുടിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ടേസ്റ്റ് വരിക. അല്ലെങ്കിൽ അങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. കുറുക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക. അത് നല്ല ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം പൊന്നേരിയില്ലേ അത് കുറുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 3 ഏലക്കയാണ് കേട്ടോ. ഞാൻ 3 ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇളക്കി കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് ലൂസ് പരുവത്തിൽ നമുക്ക് സാധാ ഒരു പായസത്തിൻ്റെ ഒരു പരുവം എടുക്കണത്. അല്ലാതെ നിങ്ങൾക്ക് കുറുകിയിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇളക്കി കൊടുത്തിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ 1 സ്പൂണ് നെയ്യ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ആ നെയ്യിട്ടതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഒരു ചെറിയ മാങ്ങയ്ക്കാണെങ്കിൽ 2 മാങ്ങയ്ക്ക് എടുക്കേണ്ടി വരും കേട്ടോ. വലുതായതുകൊണ്ടാണ് ഞാൻ വലിയൊരൊറ്റ മാങ്ങ എടുത്തത്. നിങ്ങൾ പിന്നെ എത്ര ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാങ്ങ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അതിന് ശേഷം ഞാനിതാ അപ്പോൾ എല്ലാം തിളച്ച് സെറ്റായിട്ടുണ്ട്. ഈ ഒരു ലൂസിൽ ചേർത്തിരിക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറുക്കണമെങ്കിൽ ഇനിയും കുറുക്കിയെടുക്കുക. അപ്പോൾ മാങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ ബാക്കി ഉണ്ടെങ്കിൽ ചൂടാക്കി കഴിക്കുന്നത് വേണ്ട, അങ്ങനെ തണുപ്പിച്ച് കുടിക്കാനുണ്ട് അതിൻ്റെ ടേസ്റ്റ്. ചൂടാക്കി കഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തണുപ്പ് കൊടുക്കാതെ കുടിക്കാനാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ പായസമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.